പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ശക്തി വളരെ വലുതാണ്. നമ്മൾ ഒരാൾ തളർന്നിരിക്കുമ്പോൾ അയാളെ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ പറയുക, അയാളെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അയാളിൽ പതിയെ സമാധാനം കടന്നു വരികയും അയാളുടെ ജീവിതത്തിന് വേണ്ടുന്ന ഗുണങ്ങൾ വർദ്ധിക്കുകയും അയാൾ പതിയെ ആ നിരാശയിൽ നിന്ന് ഉണർന്നു വരികയും ചെയ്യുന്നത് കാണാം. എന്നാൽ ചില വ്യക്തികൾ നല്ല ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലരുടെ ശക്തമായ വാക്കുകളുടെ പ്രഹരം കൊണ്ട് അവർ അടിപതറിപ്പോകുന്നതും തളർന്നു പോകുന്നതും നമുക്ക് കാണാം. ഒരു കൂട്ടം പേർ ചുറ്റും കൂടി നിന്ന് ഒരാളെ അധിക്ഷേപിക്കുമ്പോൾ ഒരാൾ തളരുന്നതും, കുറെ പേർ ചേർന്ന് ഒരാളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അയാൾ ജീവിതത്തിന്റെ ഏറ്റവും മുകളിലേക്ക് പോകുന്ന കാഴ്ചയും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ വാക്കുകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുന്ന ശബ്ദ ശകലങ്ങളാണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യവും നമ്മുടെ മനസ്സ് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ഗുണകരമായിട്ടത് എഴുതി വെക്കുകയും നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ പാടെ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് ആ മനസ്സിലത് റീഡ് ചെയ്യുകയും അത് ബ്രെയിനിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശദമായിട്ട് ഒരുപാട് ഏരിയയിൽ നമുക്ക് കടക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ പറയാൻ പാടില്ലാത്ത ചില വാക്കുകളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടി ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ ഇത് അറിഞ്ഞുകൂടാതെ നമ്മളിൽ 90% പേരും ഈ വാക്കുകൾ പല ഘട്ടങ്ങളിലായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം വാക്കുകളുടെ തിരിച്ചടിയായിട്ടായിരിക്കും നമ്മുടെ ജീവിതം ഇന്ന് ഒരു താഴ്ന്ന നിലയിൽ കാണപ്പെടുന്നെങ്കിൽ അതിന്റെ കാരണം ഇന്ന് നമ്മൾ നല്ല ഉയർന്ന പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ കൂടിയും നമ്മൾ ഈ വാക്കുകൾ പറയുകയാണെങ്കിൽ നാളെ നമുക്ക് അതിന്റെ തിരിച്ചടിയേറ്റ് നിലം പതിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ വാക്കുകളുടെ ഉപയോഗം വളരെ സൂക്ഷിച്ചാകണം. ഈ പറയുന്ന വാക്കുകൾ പുറത്തുനിന്ന് ഒരിടത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല, നമ്മൾ നിത്യ ഉപയോഗത്തിൽ കൊണ്ടുവരുന്ന വാക്കുകളാണ് എന്നുള്ളതാണ് അതിന്റെ അപകടകരമായിട്ടുള്ള കാര്യം. നോക്കൂ, ഈ വാക്കുകൾ ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പറയാനിരിക്കുന്നതായിരിക്കാം. ഒരിക്കലും അത് ചെയ്യരുത്. ഇത് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ വാക്കുകളുടെ നിഘണ്ടുവിൽ നിന്ന് തന്നെ ഇതിനെ മാറ്റി നിർത്തണം. കാര്യം ഇത് നൽകുന്ന ബാഡ് എനർജി ഉണ്ടല്ലോ, അത് നമ്മളെ വല്ലാതെ തളർത്തിക്കളയും, നമ്മുടെ ഐശ്വര്യങ്ങളെ പൂർണ്ണമായിട്ട് കെടുത്തിക്കളയും. കാര്യം നമ്മുടെ വീട്ടില് തഥാസ്തു എന്ന് പറയുന്ന ഒരു ദേവതയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോഴും അത് തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയും. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതും തഥാസ്തു എന്ന് പറയും, അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് നന്മ പറയുമ്പോഴും അതിനെ അനുഗ്രഹിച്ച് നന്മയാക്കും, തിന്മ പറയുമ്പോൾ അത് അതേ രീതിയിൽ അനുഗ്രഹിച്ച് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെ സമ്മാനിക്കും. ഇത് കർമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്, നമ്മളെ ബൂമറാങ് പോലെ ചുറ്റി വരുന്ന കർമ്മ. അപ്പോൾ നമുക്ക് ഈ വാക്കുകൾ ഏതാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം, ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത ആദ്യത്തെ വാക്ക് പറയാം, എനിക്ക് ആരുടെ സഹായം വേണ്ട. ഇല്ലേ, ഈ വാക്കുകൾ നമ്മളിൽ എത്രയോ പേർ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ ശരി, ഞാനിത് ഒറ്റയ്ക്ക് നിന്ന് നടത്തും, എനിക്ക് ആരുടെ സഹായം വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഒരാളിത് പറയുന്നത്. ഇതൊരു കോൺഫിഡൻസിന്റെ ലെവലിൽ വരുന്ന ഒരു കാര്യമാണ്. മറ്റാരുടെയും താങ്ങുകളൊന്നും ഇല്ലെങ്കിൽ ഞാനിത് നടത്തിയെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്. പക്ഷേ ഒരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ചും ഒരാൾക്കും ഇവിടെ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ലെന്നാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നുള്ള എന്തെങ്കിലും എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രകൃതിയിലിരിക്കുന്ന എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ? ഇല്ല, ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതല്ല, നമ്മളിപ്പോൾ പൈസ കൊടുത്ത് മറ്റൊരാളുടെ നിന്ന് ഒരു സേവനം മേടിക്കുന്ന ആ പൈസ നമ്മൾ ഉണ്ടാക്കിയതാണോ? ആ ഇരിക്കുന്ന സാധനം ഒരു ഫുഡ് ഐറ്റം ആവട്ടെ, അത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെയല്ല. നമ്മളൊരു മൂല്യം കൊടുത്തിട്ട് അത് മേടിക്കുന്നു എന്നല്ല. പ്രായോഗിക അർത്ഥത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറയുന്നെങ്കിലും ആരുടെയൊക്കെ സഹായമില്ലാതെ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരനില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഇയാൾ പറയുന്നത് എന്താണ്? എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദൈവ നിന്ദാകരമായിട്ടുള്ള കാര്യമുണ്ട്. പറയുന്നത് എനിക്ക് ദൈവത്തിന്റെ തുണയല്ലാതെ മറ്റാരുടെയും തുണ വേണ്ട എന്നാണ് ഇയാൾ പറഞ്ഞെങ്കിൽ അത് കറക്റ്റാണ്. അയാൾക്കുള്ള
ഈശ്വരീയമായ കടാക്ഷം പല ആൾക്കാരായിട്ട് സഹായമായിട്ട് അയാൾക്ക് ആ സമയത്ത് ലഭിച്ചോളും. പക്ഷെ ഇവിടെ അയാൾ പറയുന്നത് എനിക്ക് ആരുടെയും വേണ്ട, ദൈവത്തിന്റെ പോലും വേണ്ട എന്നുള്ളൊരു അഹങ്കാരം ധ്വനിപ്പിക്കുന്ന വാക്കാണ്. പറയുമ്പോൾ ഇയാൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാര്യം പലരും പറഞ്ഞു കേട്ട വാക്കുകൾ അയാൾ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്രപഞ്ചത്തിന് ഒരു സന്ദേശം നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളതല്ല. ഈ പ്രപഞ്ചം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവൻ ഈശ്വര വിശ്വാസത്തിൽ നിന്നും എല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. കാര്യം നൂറ്റാണ്ടുകളായിട്ട് അത് മനസ്സിലാക്കി വെക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ചില ശബ്ദ സന്ദേശങ്ങൾ, വിശകലനങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും ആ പ്രപഞ്ചം ഏറ്റെടുക്കുന്നത്. ഇയാൾക്ക് ദൈവികമായിട്ടുള്ള കടാക്ഷം അതോടുകൂടി നഷ്ടപ്പെട്ടു പോവുകയാണ്. അയാൾ ദൈവത്തിൽ നിന്ന് കണക്ഷൻ കട്ട് ചെയ്യുന്നതിന് തുല്യമായി മാറും. അതുകൊണ്ട് തന്നെ എവിടെയും എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ സഹായം എനിക്ക് വേണമെന്നുള്ളത് ഉറപ്പിച്ച് വേണമെങ്കിൽ പറയാം. അല്ലാതെ പറയുന്നതല്ല നിങ്ങൾക്ക് നാളെ തിരിച്ചടി ഉണ്ടാക്കും, നിങ്ങൾക്ക് ഒരാളുടെ സഹായം കിട്ടാത്ത, ഈശ്വരന്റെ സഹായം ഒരിക്കലും ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് തള്ളാനിത് ഇടയാക്കും. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു പ്രതീക്ഷയുമില്ല എന്ന വാക്ക്. ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എനിക്കതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നൊക്കെ സ്വാഭാവികമായിട്ട് പലരും പറയുന്നതാണ്. എനിക്കതിൽ പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണമായ രേഖ എടുത്തു വെച്ചിട്ട് പറയുകയാണ്. നിങ്ങളാണോ അതിന്മേൽ തീരുമാനം എടുക്കേണ്ട ആള്. നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവുന്നു ആ കാര്യം നടക്കാൻ സാധ്യതയില്ല, എനിക്കതിന്മേൽ പ്രതീക്ഷയില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ഈ ലോകത്ത് ഈശ്വരനാണ് എല്ലാത്തിൻ്റെ അധികാരി എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ സംഭവിക്കും, പ്രതീക്ഷിച്ചിരിക്കുന്നത് സംഭവിക്കുകയില്ല. നിങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശയുടെയും നഷ്ടത്തിൻ്റെയും കുറേ കാര്യങ്ങളായിരിക്കും ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിത്തുടങ്ങുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പരീക്ഷ എഴുതിയിട്ട് പറയും എനിക്ക് പ്രതീക്ഷയില്ല, ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് പ്രതീക്ഷയില്ല. ഇതെല്ലാം നിരാശയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു പ്രതീക്ഷ വയ്ക്കണമെന്നാണ്. ഒരു പ്രത്യാശയില്ലാത്ത ജീവിതം വെറും ബോറായിട്ടുള്ള ഒന്നാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ മേലൊരു പ്രതീക്ഷ ഉണ്ടാവണം. നടക്കാതിരിക്കുക ചെയ്യുക എന്നുള്ളത് അത് പ്രപഞ്ചത്തിന്റെ കാര്യമാണ്. ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ ഈ ദൈവം നമ്മളെ കൈപിടിച്ച് രക്ഷിക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ജീവിതത്തെ കഷ്ടങ്ങളിൽ ഉഴറി നടക്കുന്ന ഓരോരുത്തരെയും നടത്തുന്നത്. അയാൾക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുക? അയാളുടെ പിടിവള്ളി നഷ്ടമായി. ഓരോ പ്രയാസവും വരുമ്പോഴും തൻ്റെ ജീവിതം നാളെ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ ഒരാൾക്ക് വേണം. പക്ഷെ ഏതൊരു വിഷയത്തിന്മേലെ എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഒരു തരം മനോഭാവം ഉണ്ടല്ലോ, അത് തികച്ചും തെറ്റാണ്. നമ്മളത് പറയാൻ നിൽക്കേണ്ട. എനിക്കറിയില്ല, ഇത് ചിലപ്പം നന്നായി വന്നേക്കാം, ചിലപ്പം അല്ലാതായേക്കാം, പക്ഷെ എനിക്കറിയില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിൽ എന്നുള്ള രീതിയിലായിരിക്കണം ഒരു വിശ്വാസി അതിനെ കാണേണ്ടത്. അല്ല നമ്മുടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ യാതൊരു പ്രതീക്ഷയില്ല എന്നുള്ള മട്ടിൽ ഉള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ പരമാവധി നമ്മുടെ കാര്യമായാലും മറ്റൊരാളുടെ കാര്യത്തിലായാലും പറയുന്നത്. കാര്യം ചില കുട്ടികളുടെയൊക്കെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ മാർക്കൊരു എനിക്കൊരു പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുന്ന കുട്ടിയിൽ തന്നെ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അവന് ചിലപ്പോൾ പ്രതീക്ഷ ഉണ്ടാവും, നിങ്ങൾക്ക് പ്രതീക്ഷയില്ലെങ്കിൽ കൂടി. അതും കൂടെ തളർത്തുന്ന തരത്തിലേക്കായിരിക്കും ഈ വാക്കുകളുടെ പ്രയോഗം ഉണ്ടാകുന്നത്. പ്രാപഞ്ചികമായ രീതിയിൽ ഇത്ര നിരാശാജനകമായിട്ടുള്ള അല്ലെങ്കിൽ വിജയത്തെ ഹനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നിങ്ങൾ പറയാനിടയുള്ള ഈ വാക്കിനെ പരമാവധി ഒഴിവാക്കുക നന്നായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഈ ജന്മം മുഴുക്കയും കഷ്ടപ്പാടാണ്. ചിലർ പറയുന്നതാണ് അവരുടെ ജീവിതത്തിലുള്ള ചില പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് ഒന്നും പറഞ്ഞിട്ട് ഈ ജന്മം മുഴുക്കൻ കഷ്ടപ്പാടാണ് എന്ന് പറയുകയാണ്. അതായത് ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവരുടെ ജന്മം മുഴുക്കയും കഷ്ടപ്പാടാണെന്ന്. ഇവർക്ക് എങ്ങനെ അറിയാം ഇവർ ജന്മം ജീവിച്ച് തീർത്തു കഴിഞ്ഞു? ഇല്ലല്ല, ഇവരുടെ ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചില ഈ കഷ്ടപ്പാടാണെന്ന് കൂടുതൽ പറഞ്ഞ് അവസാനം ആ ജീവിതം തന്നെ തകർക്കാനുള്ള പ്രവണതയിൽ ചെന്നയാണ്. അങ്ങനെയൊക്കെയാണ് ചില ആത്മഹത്യകളൊക്കെ വന്നു കൂടുന്നത്. ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രപഞ്ചം അത് ഏറ്റുപിടിച്ചിട്ട് ഇവരിൽ ആ നശീകരണമായിട്ട് ഇവരുടെ ജീവിതത്തിൽ പിന്നീട് ഗുണം ലഭിക്കാത്ത കാര്യങ്ങളെ മാത്രമായിരിക്കും ഈ കർമ്മയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ട്, നാളെ എല്ലാം നന്നായി വരും എന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യരുടെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാട്. ഇപ്പം പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നാളെ ഇതിനേക്കാളും മെച്ചപ്പെട്ടൊരു ജീവിതം എനിക്ക് കിട്ടണം, എനിക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, ഈശ്വരനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന് നമുക്ക് തരേണ്ടതിനെ തരാനുള്ളൊരു അവസ്ഥ ഉണ്ടായി വരുന്നത്. നമ്മൾ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ നമ്മളൊരു കടയിൽ ചെന്നിട്ട് നമുക്ക് കഴിക്കേണ്ടത് ആ മെനു നോക്കിയിട്ട് ഇന്ന കാര്യങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടണം. നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ആഗ്രഹം അവിടെ ഇരിക്കുന്ന പുട്ട് കഴിക്കാനാണ്. ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരൂ എന്ന് പറഞ്ഞ് അയാൾ ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടോ? ഇവിടെ ഇപ്പം പ്രപഞ്ചത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നല്ലത് നീട്ടിവെക്കുന്ന പ്രപഞ്ചമുണ്ട് ഇവിടെ, പക്ഷെ നിങ്ങൾ കഷ്ടത്തെ തന്നെയാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സുകൊണ്ട് എപ്പോഴും എൻ്റെ ജീവിതം മുഴുക്കെ കഷ്ടതയാണ്, ഇനിയൊന്നും നന്നാവില്ല എന്നുള്ള മട്ടിൽ
ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള മട്ടിൽ പ്രപഞ്ചം തന്നുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ പറയുകയാണ് എനിക്കിപ്പോൾ പ്രശ്നമുണ്ട്, ഭഗവാനെ അല്ലെങ്കിൽ പ്രപഞ്ചമായി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നന്മകൾ തരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് പതിയെ പതിയെ അത് കിട്ടിത്തുടങ്ങും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വാക്കുകളുടെയും ആവാഹനം എന്ന് പറയും നമ്മൾ താന്ത്രിക, അതിന് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ, ഇത്തരം അവസ്ഥകൾ. അത് മനസ്സിലാക്കേണ്ടതാണ്. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക. 4-ാമത്തെ കാര്യം, അവർ മുടിഞ്ഞു പോകണേ എന്നുള്ള പ്രാർത്ഥന. പലപ്പോഴും ദേഷ്യം വന്നിട്ട്, സങ്കടം വന്നിട്ടോ, നമുക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന, നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ തരുന്ന ആൾക്കാരെ ചില വ്യക്തികൾ ശാപം എന്നുള്ള രീതിയിൽ, പ്രാക്കെന്നുള്ള രീതിയിൽ പറയും അവർ മുടിഞ്ഞു പോകണേ എന്നുള്ളത്. ഇവർ ഈ വാക്കുകൾ നിരന്തരമായിട്ട് ദേഷ്യം വരുമ്പോൾ പ്രയോഗിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നിശബ്ദമായിട്ട് നമ്മുടെ ഉള്ളിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നമ്മുടെ മനസ്സ്, നമ്മുടെ ബ്രെയിനിൽ ഇത് കുറിച്ച് വയ്ക്കും. അവർ മുടിഞ്ഞു പോകണേ എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിലേക്ക് കൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജീവജാലങ്ങളെ മൊത്തമേ ഉള്ളൂ. നിങ്ങളുടെ ശത്രുവും മിത്രമൊന്നുമില്ല. മനുഷ്യരെ അല്ലെങ്കിൽ മൃഗങ്ങളെ എല്ലാമാണ് പ്രപഞ്ചം തിരിച്ചറിയുന്നത്, ഇവിടെയുള്ള ജീവനുള്ള വസ്തുക്കൾ. ഇത് നമ്മുടെ തലയിൽ എഴുതുന്നത് എന്താണ്? നമ്മൾ നിരന്തരമായിട്ട് അവർ മുടിഞ്ഞു പോകണേ എന്നുള്ള വാക്കാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം നോക്കുമ്പോൾ നിങ്ങൾ ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുടിഞ്ഞു പോകണേ എന്നുള്ള കാര്യം. പതിയെ 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 നിങ്ങളിലേക്ക് നശീകരണത്തിന്റെ വിത്തുകൾ ഇടുകയും നിങ്ങളുടെ ലൈഫ് താറുമാറാകുന്നതിന് കാരണമാവും. അതുകൊണ്ടാണ് പലരും പറയുന്നത് പ്രാഗല്ലേ, പ്രാക്ക് തിരിച്ചടിക്കുമെന്ന്. കാര്യം നമ്മുടെ മുന്നിൽ മനോമുകുരം എന്ന് പറഞ്ഞ കണ്ണാടിയുണ്ട്. ഒരു റിഫ്ലക്സ് ആക്ഷൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ നല്ലത് പറയുമ്പോൾ നമുക്ക് നന്മ കിട്ടിക്കൊണ്ടിരിക്കും, മോശം പറയുമ്പോൾ നമുക്ക് മോശം കിട്ടിക്കൊണ്ടിരിക്കും. പ്രാഗിക്കൊണ്ടിരിക്കുന്നവരുടെ ഏതൊരു വ്യക്തിയുടെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നോക്കിക്കോ, അവരുടെ ജീവിതം അത്യന്തം ദുരന്തപൂർണ്ണമായിരുന്നു. അവരുടെ കുറെ വിഷമതകൾ കൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ അവർ ന്യായീകരണം പറയും. ഒരിക്കലും നമുക്ക് അതിനുള്ള അർഹതയില്ലെന്നേ. നമ്മൾ ഭഗവാന്റെ അടുത്ത്, ഭഗവതി അടുത്തും പറഞ്ഞു, എന്നെ അവർ ദ്രോഹിക്കുന്ന കണ്ടില്ലേ. ഇത് പറഞ്ഞാൽ പോരെ? ഈ പ്രപഞ്ചത്തിന് അറിയാൻ നിങ്ങൾക്ക് എന്താണ് നെഗറ്റീവായിട്ട് വരുന്നത്, അതിനെയൊക്കെ തച്ച് തുടയ്ക്കാനായിട്ടുള്ള ശക്തി അവിടെ ഉണ്ട്. അത് നോക്കിക്കോളും. അല്ല, നിങ്ങൾ ആജ്ഞ കൊടുക്കണ്ട അവിടെ. ആ ആജ്ഞ ചിലപ്പം കൂരമ്പായിട്ട് തിരിച്ചു വരും. അത് മനസ്സിലാക്കുക. 5-ാമത്തത്, നല്ലത് എനിക്ക് വിധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം. ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത്, ഓഹ് നല്ലതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല, എനിക്ക് ഭാഗ്യമില്ല എന്നുള്ള മട്ടിൽ പറയും. ഒരിക്കലും അങ്ങനെ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയരുത് കേട്ടോ. നല്ലതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. ഇത് നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ രേഖപ്പെടുത്തുന്നത്, നിങ്ങളുടെ ബ്രെയിനിൽ രേഖപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് നല്ലത് വരാനിരിക്കുന്നത് പോലും നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ചില അവസ്ഥകൾ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വാക്ക് പറയുന്നതെങ്കിലും ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. ഇത് നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും. 6-ാമത്തത്, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു തരം. ഈ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളുടെ ഒരു കേളിരംഗാണ്. ചില വ്യക്തികൾ എപ്പോഴും ദുഃഖത്തെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സുഖം പെട്ടെന്ന് തീർന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നു, ദുഃഖം ഏറിയ നാൾ ഉള്ളതായിട്ട് തോന്നുന്നു. കാര്യം സുഖം നമുക്ക് പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം അലിഞ്ഞു പോകും പോലെ സുഖം അലിഞ്ഞു പോകും. പക്ഷേ ഐസ്ക്രീമിൽ അതിൽ കലോറി ഉണ്ട്, അത് കഴിക്കുന്നതിനെല്ലാം ശരീരത്തിൽ കിട്ടുന്നുണ്ട്, ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പക്ഷെ ദുഃഖം കുറച്ച് നീണ്ടിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും നമുക്ക്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 1 മിനിറ്റ് എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. പക്ഷേ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ പ്രിയപ്പെട്ട ഒരാൾ അകത്ത് കിടക്കുകയാണ്. വാച്ചിലോട്ട് നോക്കുമ്പോൾ ഓരോ സെക്കൻഡ് എത്ര നേരം കൊണ്ടാണ് ചുറ്റി പോകുന്നത്, അല്ലെ? കഠിനതരമായിട്ടുള്ള അവസ്ഥകളെ മറികടക്കാൻ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ സമയത്തിന്റെ ഇഴച്ചിൽ ദൈർഘ്യം കൂടിയതായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഒരു സിസ്റ്റം തന്നെയാണ്. നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് വിലങ്ങിടുക, നമ്മുടെ ദുഃഖങ്ങൾ പെരുകി വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യന് തോന്നും ജീവിതം ദുഃഖസാഗരമാണ്. രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ടിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം വിചാരിക്കുന്നത് ഇയാളുടെ ജീവിതം മടുത്തു, ഇനി ജീവിതം നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇയാളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിന് ആയുർദൈർഘ്യം കുറയുന്നു. അവർക്ക് അകാരണമായിട്ടുള്ള മരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ചരിത്രം എടുത്ത് നോക്കും. അവർക്ക് ആയുസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ദയവേത് നിങ്ങൾ അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നതെങ്കിൽ ഒഴിവാക്കേണ്ടതാണിത്. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ മാറി വരുന്നതാണ്. 7-ാമത്തെ കാര്യം, എത്ര പ്രാർത്ഥിച്ചാലും ഫലമില്ല.
ഒരു ഗുണമില്ല. പലപ്പോഴും നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നതാണ്, വിശ്വാസി സമൂഹത്തിൽപ്പെട്ട പലരും വന്നിട്ട്, ഞാൻ എത്ര ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ വിളി കേൾക്കുന്നില്ല, എൻ്റെ അടുത്ത് ഒരു കരുണയും കാണിക്കുന്നില്ല എന്നൊക്കെ അവർ കരഞ്ഞുകൊണ്ട് പറയും. അവരുടെ സങ്കടമാണ് പറയുന്നത്. അവരുടെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടാത്തതുകൊണ്ടാണ് അവർ ഈ പറയുന്നത്. ഇതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ വാക്കുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല എന്നാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമാകാത്തത് കൊണ്ട് ദൈവം തന്നില്ല എന്നൊക്കെയുള്ളതാണ് വാസ്തവം. ദൈവം കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇപ്പം നടക്കാൻ പാടില്ല. ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് അത് കിട്ടേണ്ട സമയത്ത് തരും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, അതിൻ്റെ ടൈം വരെ വെയിറ്റ് ചെയ്യണമെന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എനർജി ഇല്ല, ശക്തിയില്ല. ഫലം എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയുടെ ഫലം എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്ന എനർജിയാണ്. അപ്പോൾ എനർജി ഇല്ലാത്തൊരു പ്രാർത്ഥനയാണ് നിങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി എനർജി രൂപപ്പെടാൻ പാടില്ല എന്നൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ ബോഡിയിൽ നിന്നാണ്, നിങ്ങളുടെ മൈൻഡിൽ നിന്നാണ് ഈ പ്രാർത്ഥനയുടെ എനർജി ഉണ്ടാവും. ഈ എനർജി ഗോഡ് എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന ആ പ്രാപഞ്ചിക ശക്തിയിലേക്ക് ചെല്ലുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ചിതറിത്തെറിച്ച് ഒരു മുറിയിൽ കിടക്കുന്ന തരത്തിലേക്കേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പ്രാർത്ഥനയില്ല. എന്നാൽ ഒരു ആചാര്യൻ്റെ അടുത്ത് പറയും, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിന് വേണ്ടുന്ന ആ ഒരു ഫലം ഞാൻ ഇതുവരെയും കിട്ടിയില്ല. അപ്പോൾ ആചാര്യൻ പറയും, അത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഇന്ന രീതി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറയും. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ഫലവുമില്ല എന്ന് എപ്പോഴും പറയാതിരിക്കുക. ഫലം എന്ന് പറയുന്ന ആ ഊർജ്ജമാണ്, അതിനെ മുടക്കാതിരിക്കുക. എട്ടാമത്തെ കാര്യം, തട്ടിയും മുട്ടിയും പോകുന്നു എന്നുള്ള വാക്ക്. അതായത് ഇത് നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്നതാണ്. എങ്ങനെയുണ്ട് ജീവിതം, തട്ടിയും മുട്ടിയും പോകുന്നു എന്നുള്ള രീതിയിൽ. ഈ വാക്ക് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ പ്രാദേശികമായിട്ട് വേറെ തരത്തിലൊക്കെ പറയാറുണ്ടായിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, മുടന്തി പോകുന്നു എന്നുള്ള രീതിയിൽ ചിലർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ നമ്മളൊരു വിദേശിയെ കണ്ട് നമ്മൾ ചോദിക്കുകയാണ്, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ ആം ഫൈൻ എന്ന് അയാൾ പറഞ്ഞിട്ട് പോകുന്നതായിട്ടില്ലേ. പക്ഷെ നമുക്ക് മാത്രം ഈ തട്ടിയും മുട്ടിയുണ്ട്. നമ്മൾ എത്ര നന്നായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, നന്നായി പോകുന്നു കേട്ടോ എന്ന് തുറന്ന് പറയാൻ മനസ്ഥിതിയുള്ളവർ നമുക്കിടയിൽ കുറവാണ്. തട്ടിമുട്ടി പോകുന്നു എന്ന് പറയുന്നത് എന്തെന്നറിയുമോ, ഞാൻ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അസൂയ വരുമെങ്കിലോ എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ ഭയം കൂടി വെച്ചിട്ടാണ് ഈ പറയുന്നത്. തട്ടിമുട്ടിയും പോകുന്നു, അങ്ങനെ പോകുന്നു. ഒരിക്കലും അങ്ങനെയല്ല പറയണം. നന്നായിരിക്കുന്നു എന്ന് തന്നെ പറയണം. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പ്രപഞ്ചം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ നന്നായിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്നാവാനുള്ള കാര്യങ്ങൾ തരുന്നേ. നിങ്ങൾ പറയുന്നത് നന്നായിരുന്നിട്ട് തട്ടിയും മുട്ടിയും പോകുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളുടെ കുറവ് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാം ലാഗടിച്ച് തട്ടിയും മുട്ടിയും എഴിച്ചിലോട് കൂടിയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് വിഘാതമാക്കാവുന്ന ഒട്ടേറെ വാക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ ഒന്നെങ്കിലും നിത്യജീവിതത്തിൽ ഉപയോഗിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തു, ഞാനിതൊന്നും ചെയ്യുന്നില്ല. എന്നാൽ എനിക്കറിയാം, ഇത്രയുള്ള ജീവിത കാലഘട്ടത്തിൽ ഇടയ്ക്ക് നിങ്ങൾ ബഹുഭൂരിപക്ഷം പേരും പലവട്ടം ഇതിലേതെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. തിരിച്ചറിവുള്ള ചിലർ ചിലപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ വിട്ടു മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ ധരിക്കുന്നത്. എന്തായാലും ശരി, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അറിവുകളിൽ ഒന്നായിരിക്കും. ഇത് കൃത്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ കുട്ടികൾക്കും മറ്റുമൊക്കെ ഇത് പകർന്നു കൊടുക്കുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.